കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, നമ്മുടെ ഇന്ത്യയുടെ ഒരു പോക്ക് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ്. കുറെ കാലങ്ങളായിട്ട് ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി നരേന്ദ്രമോദി ഇവിടെ രാപ്പകലില്ലാതെ കിടന്ന് അഴിഞ്ഞാടുകയാണ്. പണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ കാട്ടിയ പോലെ, അവിടെ ഒരു വർഗീയ പശ്ചാത്തലത്തിൽ ഭരണം നിലനിർത്തിയതുപോലെ, അവിടെ ജൂതന്മാർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെതിരെ ഇന്ത്യയിൽ ഒരു ഏകാധിപതിയായിട്ട് നമ്മുടെ നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെ ശബ്ദമുയർത്തിക്കുന്ന പ്രതിപക്ഷമായാലും ആരായാലും, വ്യക്തിപരമായിട്ട് മാധ്യമങ്ങളാണെങ്കിൽ പോലും അവരുടെയൊക്കെ വാ മൂടിക്കെട്ടുന്ന രീതിയിൽ ED വിട്ട് അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുക, വീടുകൾ റെയ്ഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും തുമ്പുകൾ കിട്ടിയെങ്കിൽ കള്ളക്കഥകൾ ചമച്ചുകൊണ്ട് ഇവരെ കൊണ്ട് ജയിലിലടയ്ക്കുക എന്നുള്ള രീതിയിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അവർ ഉന്നയിക്കുന്ന അവരുടെ പ്രധാന പ്രശ്നം, ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അവർ പറഞ്ഞത്. 210 കോടി രൂപ അവർ പ്രചാരണത്തിന് വെച്ചിരിക്കുന്ന, ഇപ്പോൾ ഇലക്ഷൻ പരിപാടികൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരുന്ന 210 കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമായിട്ട് അവർ പുറത്തു പറയുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്. ജനാധിപത്യം ഇന്നല്ല, കുറേ വർഷങ്ങളായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പ്രശ്നം പുറത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 14.49 ലക്ഷം രൂപ അത് അവർ MP-മാരിൽ നിന്നും കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന, അവർക്ക് ഇലക്ഷൻ പരിപാടിക്കായിട്ടും അതുപോലെ തന്നെ പ്രചാരണ പരിപാടിക്കായിട്ടും കളക്ട് ചെയ്തു വെച്ചിരുന്ന 14.49 ലക്ഷം രൂപയുടെ കണക്ക് നമ്മുടെ ടാക്സ് കാണിക്കാൻ, അവരുടെ ആ വിശദീകരണം, ഇൻകം ടാക്സിന് വിശദീകരണം കൊടുക്കാൻ താമസിച്ചു, 45 ദിവസത്തോളം താമസിച്ചു എന്നുള്ള പേരിൽ ഇവരുടെ 210 കോടി രൂപയോളം രൂപ യൂത്ത് കോൺഗ്രസിന്റെയും കൂടി ചേർത്ത് വെച്ചാൽ 260 കോടിയോളം പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ. 210 കോടി രൂപ ഇപ്പോൾ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 14.49 ലക്ഷം രൂപ അവരുടെ പക്കലിലേക്ക് വന്നതിന്റെ ഒരു പൂർണ്ണ രൂപം കൊടുക്കാൻ താമസിച്ചതിന്റെ പേരിൽ ഈ 210 കോടി രൂപ മരവിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന എന്ത് പോക്കൃത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. 14.49 ലക്ഷം രൂപയ്ക്ക് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞ കണക്ക് 10,000 രൂപ പിഴയടച്ചാൽ തീരാവുന്ന കാര്യത്തിന് 210 കോടിയോളം രൂപ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഈ നിർണായക സമയത്ത്, ഈ ഇലക്ഷൻ സമയത്ത് 2024 ഇലക്ഷൻ ടൈമിൽ ഇതുപോലെ ശ്വാസം മുട്ടിക്കുന്ന, സാമ്പത്തിക രീതിയിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രവണത നരേന്ദ്രമോദി കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഭയം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞത്, ഞങ്ങൾ 400 സീറ്റ് കരസ്ഥമാക്കും, പൂർണ്ണ ലീഡോടുകൂടി നമ്മൾ വീണ്ടും ഭരണത്തിൽ കയറും എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ തന്നെ 300 സംതിങ് സീറ്റ് ഉള്ളപ്പം തന്നെ 260 ബില്ലുകൾ പോലും ശബ്ദ വോട്ടോടുകൂടി അവർ പാസാക്കി വിട്ടു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം 400 സീറ്റിൽ ഇപ്രാവശ്യം വിജയിച്ച് കയറുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഇപ്പോൾ ഒരു നോട്ടവുമില്ലാതെ ശബ്ദ വോട്ടിൽ ഓരോ ഫയലുകൾ പാസാക്കി വിടുന്നുണ്ടെങ്കിൽ 400 സീറ്റ് കരസ്ഥമാക്കുമ്പോൾ ഇലക്ഷൻ തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ, ഇലക്ഷൻ ഇല്ല ഇനി അങ്ങോട്ട്, ഇതുപോലുള്ള ഒരു കൊറിയൻ പ്രസിഡന്റൊക്കെ പോലെ ഇങ്ങനെ ഒരു ഏകാധിപതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് തയ്യാറായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ കോൺഗ്രസിനെ ഇതുപോലെ സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുക്കുന്ന ഈ പ്രവണതയ്ക്ക് ഒരു കാര്യമേ ഉള്ളൂ. ഇവർ അധികം സീറ്റുകൾ നേടരുത്, ഇവർ അധികമായിട്ട് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കരുത്, ഇവർ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലരുത്. 2 രൂപ പോലും ഇല്ല, ട്രെയിനിൽ പോലും സഞ്ചരിക്കാൻ കാശില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത്. എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന
നിയമവ്യവസ്ഥയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അണിചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ മഹാസഖ്യം രൂപീകരിച്ചതോടുകൂടി വളരെയധികം വിഷമഘട്ടത്തിലൂടെയാണ് BJP പോകുന്നതെന്ന് മാത്രമല്ല, ആ പോകുന്നതിന്റെ തനി ദേഷ്യം തീർക്കുകയാണ് ഇപ്പോൾ ഈ 210 കോടി രൂപ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പം വളരെയധികം മോശമായിട്ടുള്ള ഈ ഏർപ്പാടാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നത് തന്നെ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ലീഡ് ഉണ്ടെങ്കിൽ ആ സാമ്പത്തികം കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്ക് വേണമെങ്കിലും സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നിട്ട് പുള്ളി തന്നെ അതിൽ തട്ടിപ്പും കാണിച്ച് എന്നിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു, സാമ്പത്തികമായിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല നരേന്ദ്രമോദിയുടെ ഒരു കാഴ്ചപ്പാട്. നരേന്ദ്രമോദിക്ക് എപ്പോഴും ഒരു ഞാനാണ് വലിയവൻ, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു പ്രവണതയിലാണ് നരേന്ദ്രമോദി പോകുന്നത്. അപ്പം ശബ്ദമുയർത്തുന്നവനെ വാ മൂടിക്കെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കൊണ്ട് അന്വേഷിപ്പിച്ച് കൂട്ടിലടപ്പിക്കുന്ന ഈ ഒരു പ്രവണത വളരെയധികം മോശമായിട്ടുള്ള, ജനാധിപത്യ ഈ രാജ്യത്ത് നിലകൊള്ളാൻ സാധിക്കാത്ത ഒരു പ്രവണതയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ED. അപ്പം ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പം പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയാണ് ED. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായിട്ട് സഖ്യമുള്ളതാണ്, മഹാസഖ്യത്തിലുള്ളതാണ്. അപ്പം ഇവർ തമ്മിൽ പല സംസ്ഥാനങ്ങളിലും പഞ്ചാബിലൊക്കെ ലീഡ് നേടാം, ഒരുപാട് സീറ്റുകൾ കരസ്ഥമാക്കാം എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായിട്ട് കൈകോർത്തിട്ടുള്ളത്. അപ്പം അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ പിടിച്ചകത്തിടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലുള്ള പ്രവണതകളാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നത്. ഹിറ്റ്ലർക്ക് എതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. അപ്പം ഹിറ്റ്ലറിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർ എടുത്ത് ഇടിച്ച് ഊറക്കിട്ട് കൊണ്ട് ജയിലിൽ ഇടുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ജർമ്മനിയിലെ ഹിറ്റ്ലർ നമ്മുടെ ഇന്ത്യയിലെ നരേന്ദ്രമോദി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശബ്ദമുയർത്തുന്നവന്റെ വാ മൂടിക്കെട്ടുക, ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങളെ, ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളെ പൂട്ടിക്കെട്ടുക, എന്തേലും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പൂട്ടിക്കെട്ടുക എന്നുള്ള ഒരു പ്രവണതയിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ നിലകൊണ്ടു പോകുന്നത്. ഈ 2024 ഇലക്ഷന് മുന്നോടിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് നരേന്ദ്രമോദി മനഃപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. 2017 മുതലുള്ള കാണിച്ച കണക്കുകളുടെയൊക്കെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ വരെയും ഇപ്പോൾ കോൺഗ്രസിന്റെ മുകളിലേക്ക് കെട്ടിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, 2017 മുതലുള്ള ഓരോ കേസുകൾ പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ, പൊക്കിക്കൊണ്ടുവന്നിട്ട് 2024 ചോദ്യം ചെയ്യണമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടൊരു ഒരു ഉദ്ദേശമുണ്ട്. ലോക്സഭ ഇലക്ഷനാണ് ഉദ്ദേശം. അപ്പം ഇതിനു മുമ്പായിട്ട് ഈ 7 കൊല്ലത്തിനിടയ്ക്ക് വെച്ച് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നോട്ടീസുകൾ കൊടുക്കായിരുന്നു, എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു, പലവട്ടമായിട്ട് അവർക്ക് ആക്ഷൻ എടുക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ 2024 കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പ്രവണതയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യക്തമായിട്ട് നരേന്ദ്രമോദിക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഇവർ മഹാസഖ്യം ഒരിക്കലും സീറ്റുകൾ കരസ്ഥമാക്കരുത്. നമുക്കറിയാം, കഴിഞ്ഞ വട്ടത്തെ കർണാടക നിയമസഭ ഭരിച്ചിരുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്, ഇപ്പോൾ കോൺഗ്രസ് ആണ്. അപ്പോൾ പല മാറ്റങ്ങളും കർണാടകയിലൊക്കെ സംഭവിക്കും. അപ്പം പല സംസ്ഥാനങ്ങളും ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ മഹാസഖ്യത്തിനും ഒരുമിച്ച് മുന്നേറാൻ പറ്റുന്ന സംസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ അവരെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ഭയാനകരമായിട്ടുള്ള ഒരു ഗുരുതര അവസ്ഥ മറ്റ് പാർട്ടികൾക്ക് വരുത്തി കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് യോജിക്കലാണ്, എന്ത് ജനാധിപത്യമാണുള്ളത്? നമിച്ചിരിക്കുന്നു നരേന്ദ്രജി, നമിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.